Welcome to Triple Profit Analytics Weekly Stock Market View dated 23rd November. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 25th നവംബർ മുതൽ 29th നവംബർ വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ 4 ദിവസവും മാർക്കറ്റ് മൈനസിൽ തന്നെ ട്രേഡ് ചെയ്യുന്ന കണ്ടു എന്നുണ്ടെങ്കിലും ഫ്രൈഡേയിൽ മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ളൊരു റിക്കവറിയോടുകൂടി നിഫ്റ്റി 557 പോയിൻറ്റ്സോളം ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. എന്തായാലും നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ സാധിക്കും, നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ കഴിഞ്ഞ വീക്കിൽ 374 പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിനോടുകൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ എല്ലാ ദിവസങ്ങളിലും മൈനസിൽ ട്രേഡ് ചെയ്തിരുന്ന മാർക്കറ്റ് ഫ്രൈഡേയിൽ 557 പോയിൻറ്റ്സ് റാലി ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ വീക്ക് നമുക്കൊരു 374 പോയിൻറ്റ്സിൻ്റെ പോസിറ്റീവ് ക്ലോസിംഗ് ലഭിച്ചത് നമുക്ക് കാണാം. എന്തായാലും മാർക്കറ്റ് വളരെ വലിയൊരു സെൽ ഓഫിലൂടെ കടന്നുപോയതിന് ശേഷം റീബൗണ്ട് ചെയ്ത് 23,907ലേക്ക് തിരിച്ചു വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ള 23,189 എന്നുള്ള ഒരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല, എപ്പോഴും മുകളിലേക്ക് വന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇന്ന് നടക്കുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ റിസൾട്ട്സ് ഞങ്ങൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫൈനലായിട്ടുള്ള റിസൾട്ട്സ് വന്നിട്ടില്ല. പക്ഷേ മഹാരാഷ്ട്രയിൽ BJP ഗവൺമെൻറ് വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് എന്ന് തോന്നുന്നു മാർക്കറ്റ് ഫ്രൈഡേയിൽ ഇത്രയധികം വലിയൊരു റാലി നടത്തിയത്. അതുപോലെ നമുക്ക് കാണാം, നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സും 1536 പോയിൻറ്റ്സ് ആണ് കഴിഞ്ഞ വീക്കിൽ ഉയർന്ന് 79,117ലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ ഒരു 76,802 എന്നുള്ള ഒരു സ്വിംഗ് ലോ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സെൻസെക്സും റീബൗണ്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നമുക്ക് കാണാം 973 പോയിൻറ്റ്സ് ഉയർന്ന് 55,016ലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 154 പോയിൻറ്റ്സ് ഉയർന്ന് 17,755ലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ തേഴ്സ്ഡേയിൽ നമ്മൾ കണ്ടത് US പ്രോസിക്യൂട്ടേഴ്സ് ഗൗതം അദാനിയും അതുപോലെ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ എക്സിക്യൂട്ടീവ്സും ഒരു ബ്രൈബറി അവർക്കൊരു കൈക്കൂലി കൊടുത്തു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് എല്ലാം വലിയൊരു സെൽ ഓഫിലൂടെ കടന്നു പോവുകയുണ്ടായി. അന്ന് തേഴ്സ്ഡേയിൽ മാത്രം നോക്കുകയാണെങ്കിൽ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സിൽ 2.24 lakh crores ആണ് ലോസ് വന്നത്. എന്തായാലും ഇതൊരു ഇന്ത്യയിൽ അദാനി ഗ്രൂപ്പ് നൽകിയ ഒരു ബ്രൈബറി കേസാണ് US നിന്നും അവിടുത്തെ പ്രോസിക്യൂട്ടേഴ്സ് ആരോപിച്ചിരിക്കുന്നത് എന്നുള്ളതൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഒരുപക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് US നിന്നുമാണ് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നത്. ഹിഡൻബർഗിൻ്റെ ആരോപണവും അതിനെ തുടർന്നുള്ള അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിലുണ്ടായ വൊളാറ്റിലിറ്റി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റോക്കുകൾ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പുതിയതായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. പക്ഷെ നമ്മളിതിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ താഴുന്നു അല്ലാതെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് അതുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഹിഡൻബർഗ് ഇഷ്യൂ ഉണ്ടായപ്പോഴും നമ്മൾ കണ്ടതാണ്. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ പലതും 30%, 35% ഒക്കെ താഴ്ന്നെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് പല ദിവസങ്ങളിലും പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തേഴ്സ്ഡേയിൽ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ താഴ്ന്നപ്പോൾ നിഫ്റ്റിയും ഒരു 180 പോയിൻറ്റ്സോളൊക്കെ താഴ്ന്നു എന്നുണ്ടെങ്കിലും ഫ്രൈഡേയിൽ വലിയൊരു റാലി 557 പോയിൻറ്റ്സ് നിഫ്റ്റി റാലി ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾക്ക് എഗൻസ്റ്റ് ഇതുപോലെ US ബേസ്ഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ പല രീതിയിലും വരുന്നുണ്ട്. അത് ആ ഗ്രൂപ്പിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അല്ല അതിലൂടെ ടാർഗറ്റ് ചെയ്യുന്നതെന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. കുറച്ചധികം നമ്മൾ പുതിയതായിട്ടുള്ള ഈ ബൈഡൻ ഗവൺമെൻറ് US വന്നതിന് ശേഷമാണ് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾക്ക് പല രീതിയിലുള്ള ഇതുപോലെയുള്ള നെഗറ്റീവ് ന്യൂസുകളായിട്ടും വരാൻ തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, US പുതിയൊരു ഗവൺമെൻറ് വരികയാണ്. ജനുവരി 20th
അവിടെ നമുക്കറിയാം പുതിയ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറുന്നതോടുകൂടി ഇപ്പോഴുള്ള ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോ ഒരു പക്ഷേ അദാനി ഗ്രൂപ്പിന് അഗൻസ്റ്റ് ഉള്ളത് അവസാനിക്കുമെന്ന് നമുക്ക് കാണാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ കുറേയധികം പേര് എന്ത് ആക്ഷനാണ് നമ്മൾ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ വന്നിട്ടുള്ള നെഗറ്റീവ് ന്യൂസിന് ബേസ് ചെയ്തുകൊണ്ട് എടുക്കേണ്ടതെന്നുള്ളത് ചോദിക്കുമ്പോൾ നമ്മൾ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് എന്തായാലും ഒരു ജനുവരി വരെയും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റീബൗണ്ട് നമ്മൾ ആ സ്റ്റോക്കുകളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, കാരണം അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതേസമയം അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ താഴ്ന്നു എന്നുള്ളതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. എന്തായാലും ഒരു ജനുവരി വരെയൊക്കെ എങ്കിലും വെയിറ്റ് ചെയ്യാം, അതിനുശേഷം നോക്കിയാൽ മതി. തന്നെയുമല്ല അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ പലതും ഇപ്പോഴും ഓവർ വാല്യൂഡ് തന്നെയാണ്. അതുകൊണ്ട് ആ സ്റ്റോക്കുകൾ കുറച്ച് കറക്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അതിലൊരു കാര്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പക്ഷേ മറ്റ് ഇന്ത്യൻ സ്റ്റോക്കുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇന്ത്യൻ മാർക്കറ്റ് വളരെ നല്ല രീതിയിലൊരു കറക്ഷന് ശേഷം പല സ്റ്റോക്കുകളും 20%, 30% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കുകളിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് തൽക്കാലം നമുക്ക് മാറി നിൽക്കുക, അതേസമയം മറ്റ് സ്റ്റോക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ഇപ്പോൾ കാണുന്നത് അദാനി എൻ്റർപ്രൈസിൻ്റെ ചാർട്ടാണ്. നമുക്ക് കാണാൻ സാധിക്കും വെഡ്നെസ്ഡേയിൽ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് 2821 അദാനി എൻ്റർപ്രൈസ് ക്ലോസ് ചെയ്തതെന്നുണ്ടെങ്കിൽ തേഴ്സ്ഡേയിൽ ഈ സ്റ്റോക്ക് 22.62% താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. 2183 ക്ലോസ് ചെയ്തത്. അതേസമയം ഫ്രൈഡേയിൽ വീണ്ടും ഈ സ്റ്റോക്ക് 2% ഉയർന്ന് 2228 ക്ലോസ് ചെയ്തത്. നമ്മളിപ്പോൾ കാണുന്നത് അദാനി പോർട്സിൻ്റെ ചാർട്ടാണ്. അദാനി പോർട്സ് കഴിഞ്ഞ വീക്കിൽ വെഡ്നെസ്ഡേ ക്ലോസ് ചെയ്തിരുന്നത്, തേഴ്സ്ഡേയിൽ ക്ലോസ് ചെയ്തിരുന്നത് 1289 അതിനുശേഷം തേഴ്സ്ഡേയിൽ 13.5% സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുകയുണ്ടായി. തേഴ്സ്ഡേയിൽ ക്ലോസ് ചെയ്ത് 1114 അതിനുശേഷം ഫ്രൈഡേയിലോ റീബൗണ്ടോടുകൂടി 1136 വന്നാണ് അദാനി പോർട്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ ഏതെങ്കിലും സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് അദാനി പോർട്സ് ആയിരിക്കും. അതേസമയം അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സ്റ്റോക്കുകൾ വീണ്ടും ഹോൾഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇപ്പോൾ നടക്കുന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആംഗിളിൽ കണ്ടാൽ മതി. അതിനുശേഷം യു.എസിൽ പുതിയ ഗവൺമെൻറ് എല്ലാം വരുന്നതോടുകൂടി അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾക്കുള്ള ഈ നെഗറ്റീവ് ന്യൂസുകൾ മാറാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോൾഡിംഗ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു പീരീഡ് വരെ വെയിറ്റ് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ അധികം അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് പാനിക് ആവേണ്ട കാര്യങ്ങളില്ല. പക്ഷേ കുറച്ച് വൊളാറ്റിലിറ്റി ജനുവരി വരെയും ഫേസ് ചെയ്യേണ്ടി വരും. അതിന് തയ്യാറുള്ളവർക്ക് ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ വീഡിയോയിൽ കുറച്ച് ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, എസ്പെഷ്യലി മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്ന പീരീഡിൽ കുറച്ച് ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഒരു 20%-ലധികമൊക്കെ മുകളിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. നമുക്ക് അങ്ങനെയുള്ള 4-5 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. അതിൽ നമ്മളിപ്പോൾ കാണുന്നത് എൻഡ്യൂറൻസ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്കിൻ്റെ ചാർട്ടാണ്. ഈ സ്റ്റോക്ക് 3061 ലെവലിലൊക്കെ വരെ മൂവ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു കറക്ഷനിലോട് കൂടി കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 2362 നമുക്ക് ഈ സ്റ്റോക്ക് വരും ദിവസങ്ങളിൽ ഓട്ടോ പാർട്സ് ആൻഡ് എക്യുപ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് നമുക്കൊരു 20%-ലധികം മുകളിലേക്ക് മൂവ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് നമ്മുടെ ഈ എൻഡ്യൂറൻസ് ടെക്നോളജീസ് എന്നുള്ള സ്റ്റോക്കിന് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 13,298 വരെയൊക്കെ മൂവ് ചെയ്തതിന് ശേഷം അവിടെ നിന്നൊരു കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ വീക്കിൽ ഒരു 10,036 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കും വളരെ പൊട്ടൻഷ്യലായിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിന് വരും ദിവസങ്ങളിൽ മുകളിലേക്ക് മൂവ് ചെയ്യാൻ കുറേയധികം പോസിബിലിറ്റി ഉള്ളൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് സോളാര ആക്റ്റീവ് ഫാർമ സയൻസസ് ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സ്റ്റോക്കാണ്. കഴിഞ്ഞ വീക്കിൽ 799 ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോളാരയും ഇതുപോലെ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്റ്റോക്കാണ്.
അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഫൈൻ ഓർഗാനിക് ഇൻഡസ്ട്രീസ് എന്നുള്ളത്. ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ സാധിക്കും സ്പെഷ്യാലിറ്റി കെമിക്കൽസ് സെക്ടറിലുള്ള സ്റ്റോക്ക് 5958 വരെയൊക്കെ മൂവ് ചെയ്തതിന് ശേഷം ഒരു കറക്ഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊരു 5144 വരെയും ലെവലിലാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫ്രൈഡേയിലും ഈ സ്റ്റോക്ക് ഒരു 9% ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമ്മുടെ ഫൈൻ ഓർഗാനിക് ഇൻഡസ്ട്രീസും നമുക്ക് വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ലിമിറ്റഡ്. ഈ സ്റ്റോക്കും ഒരു 3399 വരെയൊക്കെ മൂവ് ചെയ്തതിന് ശേഷം ഒരു കറക്ഷനിൽ കഴിഞ്ഞ ഫ്രൈഡേയിലും ഈ സ്റ്റോക്ക് ഒരു അപ്വേഡ് മൂവ്മെൻറ്റിൽ 2857 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിലും നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഞങ്ങളുടെ ഡയമണ്ട് പീക്ക് 19 ആയിരുന്ന ആവലോൺ ടെക്നോളജീസ് അപ്വേർഡ് ഡയറക്ഷനിൽ കാര്യമായിട്ടുള്ള മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. കഴിഞ്ഞ വീക്കിൽ ഇതൊരു 53% പ്രോഫിറ്റിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ തൊട്ട് മുമ്പുള്ള വീക്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും മൂവ് ചെയ്ത് 897 എന്നൊരു ഹൈ സെറ്റ് ചെയ്യുകയുണ്ടായി. ഓൾമോസ്റ്റ് ഒരു 63% പ്രോഫിറ്റിലാണ് ആവലോൺ ടെക്നോളജീസ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആവലോൺ ടെക്നോളജീസിൻ്റെ ഞങ്ങളുടെ ടാർഗറ്റ് 1100 ആണ്. ആ ലെവലിലേക്ക് മൂവ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ക്ലയൻസിന് ആവലോൺ ടെക്നോളജീസ് ആ ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ആവലോൺ ടെക്നോളജീസിൻ്റെ ഒപ്പം 19 നമ്മൾ നൽകിയിരുന്ന ഒരു സ്റ്റോക്കാണ് ഡയമണ്ട് പിക്ക് 19 NRI എന്നുള്ള സ്റ്റോക്ക്. ആ സ്റ്റോക്കായിരുന്നു അപ്പോളോ മൈക്രോ സിസ്റ്റംസ്. ആ സ്റ്റോക്ക് ഞങ്ങൾ 80 ലെവലിൽ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം 160 ആയിരുന്നു ടാർഗറ്റായിരുന്നു നൽകിയിരുന്നത്. ഓൾമോസ്റ്റ് 100% പ്രോഫിറ്റ് ഞങ്ങൾ വിത്തിൻ ഫ്യൂ ഡേയ്സ് തന്നെ നമ്മൾ അപ്പോളോ മൈക്രോ സിസ്റ്റംസിൽ ഞങ്ങൾ ബുക്ക് ചെയ്യുകയുണ്ടായി. അതുപോലെ മറ്റൊരു കുറച്ച് ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് സീരീസിൽ ഞങ്ങൾ നൽകിയിട്ടുള്ള റെക്കമെൻഡേഷൻസിൻ്റെ ഒരു എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഡയമണ്ട് പിക്ക് 7 HBL പവർ ഞങ്ങൾ 50 റുപ്പീസിലാണ് എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 657 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 1214% ഈ സ്റ്റോക്ക് ഞങ്ങളുടെ എൻട്രി ലെവലിൽ നിന്ന് മൂവ് ചെയ്യുകയുണ്ടായി. പലപ്പോഴും ഞാൻ ഇതുപോലെ 1200% മൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ പലരും ഞങ്ങളുടെ ക്ലയൻസൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഇത് ഒരു സ്റ്റോക്കിന് നിങ്ങൾ 100% ടാർഗറ്റ് കൊടുത്തിട്ട് 1200% മൂവ് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഡയമണ്ട് പിക്ക് സീരീസിൽ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ക്ലയൻസിനോട് പറയുന്ന ഒരു കാര്യം, 100% ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഞങ്ങൾ അവർക്ക് മുമ്പിൽ കൊടുക്കാറുണ്ട്. ഒന്ന് 100% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഇപ്പോൾ ഒരു 10 lakhs ആണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ 100% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 20 lakhs ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ 10 lakhs അതായത് ഇൻവെസ്റ്റ് ചെയ്ത കോസ്റ്റ് വിത്ഡ്രോ ചെയ്ത് ബാലൻസ് എമൗണ്ട് കോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള പോർഷൻ, ഒരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള പോർഷനായിട്ട് അത് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഒരു കുറേ ഇൻഫിനിറ്റ് പീരീഡിലേക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാമെന്ന് ഞങ്ങൾ പറയാറുണ്ട്. കാരണം അതുപോലെയുള്ള സ്റ്റോക്കുകളാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഡയമണ്ട് പിക്ക് സീരീസിലേക്ക്. അപ്പോൾ പല ക്ലയൻസും ഇപ്പോഴും HBL പവറൊക്കെ ഇപ്പോഴും 1200%-ലധികം പ്രോഫിറ്റിൽ ഹോൾഡ് ചെയ്യുന്നുമുണ്ട് ഇതുപോലെയുള്ള കോസ്റ്റ് ഫ്രീ പോർഷൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും സ്റ്റോക്ക് മൂവ് ചെയ്തത് എത്ര പെർസെൻറ്റേജൊക്കെ മൂവ് ചെയ്തു എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു ഡയമണ്ട് പിക്ക് 15. ഈ സ്റ്റോക്ക് കിർലോസ്കർ ബ്രദേഴ്സ് ആയിരുന്നു. ഈ സ്റ്റോക്ക് ഞങ്ങൾ 320 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു 1924 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 500% പ്രോഫിറ്റിലാണ് ഡയമണ്ട് പിക്ക് 15 കിർലോസ്കർ ബ്രദേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഡയമണ്ട് പിക്ക് 16 ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ് ഞങ്ങൾ 100 ലെവലിലായിരുന്നു റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 700 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 600% പ്രോഫിറ്റിലൊക്കെ നമുക്ക് ഈ സ്റ്റോക്ക് എത്തുകയുണ്ട്. അതുപോലെ ഡയമണ്ട് പിക്ക് 13 സ്നൈഡർ ഞങ്ങൾ 185 ലെവലിലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു 740 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ 300% പ്രോഫിറ്റിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഗോൾഡൻ പിക്ക് സീരീസിൽ മോർ ദാൻ 50% ടാർഗറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പാക്കേജാണ് ഗോൾഡൻ പിക്സ് സീരീസ് എന്നുള്ളത്. അതിൽ ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് പിക്കായിട്ടുള്ള ഗോൾഡൻ പിക്ക് 9 ഞങ്ങൾ നെക്സ്റ്റ് വീക്കിൽ, അതായത് ഒരു നവംബർ 29 ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്ക് പ്രീ ബുക്ക് ചെയ്യുന്നവർ വരും ദിവസങ്ങളിലും ലാസ്റ്റ് ഡേയ്സിൽ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡയമണ്ട് പിക്ക് 25 ഇപ്പോഴും ബൈ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. ആ സ്റ്റോക്കും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്
ഇപ്പോൾ വളരെ നല്ലൊരു സമയമാണ്. നമുക്കറിയാം വരും ദിവസങ്ങളിൽ ജനുവരി മാസത്തോടു കൂടി പുതിയതായിട്ടുള്ള ഗവൺമെൻറ് US ചാർജ് എടുക്കുന്നതോടുകൂടി ഇന്ത്യൻ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമുക്ക് ഞങ്ങളുടെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പാക്കേജ് ആയിട്ടുള്ള സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത കുറച്ച് റെക്കമെൻഡേഷൻസ് നമുക്ക് നോക്കാം. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കാണ് JG കെമിക്കൽസ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് 412 ലെവലിലായിരുന്നു ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് ഒരു 465 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 13% പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ PGL എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 620 ലെവലിലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു 695 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് ഞങ്ങൾക്ക് അതിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ CRM സിൽക്സ് ഞങ്ങൾ 515 ലെവലിലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം 675 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 31% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് അതിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ശാരദ കോർപ്പ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 495 എൻ്റർ ചെയ്തിരുന്നത്. അതിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു 645 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 30% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് ശാരദ കോർപ്പിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ ഹിഡൽബർഗ് സിമെൻറ്റിൽ ഞങ്ങൾ 220 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം 250 ലെവലിൽ ഞങ്ങൾ ഇതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് ഞങ്ങൾക്ക് അതിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ ബൽറാംപൂർ ചീനി എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 598 എൻ്റർ ചെയ്ത് 675 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് ബൽറാംപൂർ ചീനിയിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ ഞങ്ങൾക്ക് ക്യാമ്പസ് ആക്റ്റീവ് വെയർ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 325 എൻ്റർ ചെയ്ത് 370 ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 13% പ്രോഫിറ്റോട് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയായിരുന്നു നോക്കാം. ഈ സ്റ്റോക്കുകൾ വിജയ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ 17% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. 197 കമ്മ്യൂണിക്കേഷൻസ് 70% ഉയർന്നു. നാഷണൽ അലുമിനിയം കമ്പനി 16% ഉയർന്നു. ഫീനിക്സ് മിൽസ് 16% ഉയർന്നു. സമ്മാൻ ക്യാപിറ്റൽ 15% ഉയർന്നു. സുസ്ലോൺ എനർജി 14% ഉയർന്നു. സ്വാൻ എനർജി 14% ഉയർന്നു. പ്രയാജ് ഇൻഡസ്ട്രീസ് 12% ഉയർന്നു. NLC ഇന്ത്യ 12% ഉയർന്നു. ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ 11% ഉയർന്നു. ജ്യോതി CNC ഓട്ടോമേഷൻ 10% ഉയർന്നു. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് 10% ഉയർന്നു. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 10% ഉയർന്നു. അക്കും ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് 9% ഉയർന്നു. റേമണ്ട് 9% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും FIS കഴിഞ്ഞ വീക്കിൽ 11,414.2 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,036.9 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. നിഫ്റ്റി 14th നവംബറിന് ക്ലോസ് ചെയ്തിരുന്നത് 23,532 18th നവംബറിന് നിഫ്റ്റി 78 പോയിൻറ്റ്സ് താഴ്ന്നും 19th നവംബറിന് 64 പോയിൻറ്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്ത നിഫ്റ്റി 21st നവംബറിന് 168 പോയിൻറ്റ്സ് താഴ്ന്നും. അതിനുശേഷം 22nd നവംബറിന് 557 പോയിൻറ്റ്സിൻ്റെ ഹ്യൂജ് റാലിയോടുകൂടി നിഫ്റ്റി കഴിഞ്ഞ വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,907 കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി 374 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ കാണാൻ സാധിക്കും നവംബർ മന്ത് 298 പോയിൻറ്റ്സിൻ്റെ ലോസിലാണ് ഇപ്പോഴും നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs നോക്കുമ്പോൾ 200 DMA വരുന്നത് 23,593 20 DMA വരുന്നത് 24,031 100 DMA വരുന്നത് 24,705 50 DMA വരുന്നത് 24,780 എന്ന ലെവലിലാണ്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 200 DMAക്ക് വളരെ അരികിലാണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഒരു റീബൗണ്ട് നമ്മൾ ഈ ലെവലിൽ നിന്ന് പ്രതീക്ഷിക്കണം. 200 DMA ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ബേസിക്കലി ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് റീബൗണ്ട് ചെയ്യുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നിഫ്റ്റിയുടെ സപ്പോർട്ട് പിവറ്റ് പോയിൻ്റ് ആയിരിക്കുക 23,708 അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കുക 24,154 24,401 24,728 25,384 26,562 27,217 ആയിരിക്കും. അതേസമയം 23,708 താഴെ സപ്പോർട്ടുകളായിരിക്കുക 23,461 23,189 22,895 21,716 എന്ന ലെവൽസ് ആയിരിക്കും.
നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു വീക്ക്ലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 24,728ഉം ലോവർ റേഞ്ച് 22,895 ആയിരിക്കും. പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 23,708 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് MRPL ആണ്. MRPL കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 156 ലെവലിലാണ്. നമുക്ക് 156ന് മുകളിന് MRPLന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു അടുത്ത റെസിസ്റ്റൻസ് 175 ആണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് MRPL ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് യുണോ മിൻഡയാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ 1068 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിൽ യുനോ മിൻഡയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു റെസിസ്റ്റൻസ്, അടുത്ത റെസിസ്റ്റൻസ് 1200 ആണ്. അത് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് യുനോ മിൻഡയാണ്. അടുത്തായി നമുക്കിനി സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ഇന്ത്യൻ ഹോട്ടൽസ്, നാഷണൽ അലുമിനിയം, മാർസ് ഫാർമ, ഫെഡറൽ ബാങ്ക്, അതുപോലെ തന്നെ ലോറസ് ലാബ്സ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു അപ്വേർഡ് ഡയറക്ഷനിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിൽ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.